ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. പൗരസ്ത്യ ഓർത്തഡോക്സ് ചിന്തയിൽ ഉയർപ്പിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഒരു വിശ്വാസി വേറൊരാളെ കാണുമ്പോൾ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്യുന്ന വാക്കാണ് നമുക്ക് വേണ്ടി കുരിശുമരണം സഹിച്ച് ഉയർത്തെഴുന്നേറ്റ തമ്പുരാന് വേണ്ടി ജീവിതം വിശുദ്ധമാക്കി തന്റെ ജീവിതം തന്നെ തമ്പുരാന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഗീവറീസ് സഹദായുടെ ഓർമ്മയുടെ ദിവസങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിലപാടുകളിൽ തിന്മയ്ക്കെതിരെ വലിയ ആയുധം തീർത്ത ഒരു മഹാപരിശുദ്ധനാണ് ഗീവറീസ് സഹദ. ഡയോക്ലീഷ്യസ് ചക്രവർത്തിയുടെ സമയത്ത് ഒത്തിരി പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കൂടി കടന്നു പോകുന്ന ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി തന്റെ അചഞ്ചലമായ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് തനിക്ക് ലഭിച്ച പ്രലോഭനങ്ങളും തനിക്ക് ലഭിച്ച സ്ഥാനമാനങ്ങളെക്കാൾ ഉപരിയായി എബ്രായ ലേഖനത്തിൽ മോശയെ പറ്റി പറയുന്നത് പോലെ മിസ്രൈമിലെ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നതിനേക്കാൾ ക്രിസ്തുവിനുള്ള നിന്ന വലിയതായി സ്വീകരിച്ച മോശയെ പോലെ ഒരു വലിയ പ്രവാചക തുല്യമായ ജീവിതം നയിച്ച ഒരു രക്തസാക്ഷിയായിരുന്നു പരിശുദ്ധനായ ഗീവർഗീസ് സഹദ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തിലേക്ക് പോകുന്ന അവസരങ്ങളിൽ ഒത്തിരി പ്രയാസങ്ങളിലും പ്രതിസന്ധികളിൽ കൂടിയൊക്കെ ഇസ്രായേൽ മക്കളെ മോശയുടെ നേതൃത്വത്തിൽ ദൈവം തമ്പുരാൻ കൊണ്ടുവരുന്നുണ്ട്. ചെങ്കടലിന്റെ മുമ്പിൽ വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുന്ന നിമിഷങ്ങളിൽ മോശയോട് ജനം നിലവിളിക്കുന്നുണ്ട്, ഈ മരുഭൂമിയിൽ എന്തിനാണ് ഞങ്ങളെ കൊണ്ടുവന്നത്? മിസ്രൈമിൽ ശവക്കുഴികളില്ലാഞ്ഞിട്ടാണോ ഇവിടെ കൊല്ലുവാൻ വേണ്ടി കൊണ്ടുവന്ന് പറയുമ്പോൾ മോശ ദൈവത്തോട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ നൽകുന്ന മറുപടി പുറപ്പാട് പുസ്തകം 14 അധ്യായം 15 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നതെന്ത്? മുമ്പോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറയുക. നീ എന്നോട് നിലവിളിക്കുന്നതെന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. കണ്ണുനീരിന്റെ അപ്പുറമായി ജീവിതത്തിൽ അധ്വാനിക്കുവാനും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുവാനുമുള്ള ഒരു മനസ്സുണ്ടാകുമ്പോൾ മാത്രമേ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകൂ, മുൻപോട്ടുള്ള യാത്രയുണ്ടാകൂ എന്നുള്ളതാണ് ഈ ഭാഗത്ത് പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സുഭാഷ് ചന്ദ്രൻ എന്ന മലയാളത്തിന്റെ വലിയ എഴുത്തുകാരന്റെ മനുഷ്യൻ അമൂഹം എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ ബീങ് എന്ന പുസ്തകത്തിൽ ഒരു മരണത്തിന്റെ സമയത്ത് ജിതൻ എന്ന് പറയുന്ന കഥാപാത്രം അവന്റെ അബോധാവസ്ഥയിൽ ഒരു സ്വപ്നം കാണുന്നുണ്ട്. അവിടെ ദൈവത്തിന്റെ ദൂതൻ അവനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വരുന്ന തലമുറയ്ക്ക് വെളിച്ചം നൽകുവാൻ നീ എന്ത് ചെയ്തു? ജിതൻ തന്റെ ജീവിതത്തിന്റെ ആ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ഞാൻ തിന്നു, ഞാൻ കുടിച്ചു, ഞാൻ ഇര തേടി, ഞാൻ ഇട തേടി, കാട്ടിലെ സിംഹത്തെയും തലയിലെ പേരിനെയും പോലെ എന്റെ ജീവിതം ശൂന്യമാണ്, എന്റെ പാണ്ഡവും ശൂന്യമാണെന്ന്. ഒരുപക്ഷെ തിന്നു കുടിച്ചു പോകുന്ന ജീവിതക്രമത്തിനിടയ്ക്ക് ശൂന്യമാകുന്ന ചില ജീവിതങ്ങൾ കൊണ്ട് മാത്രം നമ്മുടെ പരിസരങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ, ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ ഒത്തിരി മാതൃകകളായിട്ടുള്ള ജീവിതങ്ങളുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. ഗീവർഗീസ് സഹദായെ പോലെ ത്യാഗോജ്വലമായ ജീവിതം നയിച്ചവര് സ്വന്തം സഹോദരന്റെ ശ്വാസം മുട്ടലിന് തന്റെ ജീവനേക്കാൾ വിലയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തനിക്ക് കിട്ടിയ വെന്റിലേറ്റർ വേണ്ട എന്ന് വെച്ച ഇറ്റലിയിലെ പുരോഹിതൻ, തന്റെ ജോലിക്കിടയിൽ മരണം സംഭവിക്കാമെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആതുര ശുശ്രൂഷയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആരോഗ്യ പ്രവർത്തകർ, സഹസൈനികരെ പുറകോട്ട് നിർത്തിയിട്ട് സ്വയം മരണം വരിക്കുന്ന കേണൽ അശുതോഷ് ശർമ്മ എന്ന് പറയുന്ന ഒരു സൈനികൻ, ഇങ്ങനെ പ്രതിസന്ധികളുടെ നടുവിലും തങ്ങളുടെ ജീവനേക്കാൾ സഹോദര സ്നേഹം കണ്ടെത്തുന്ന ഒത്തിരി ആൾക്കാരെ ഈ കാലയളവിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രതിസന്ധിയുടെ കാലയളവിൽ ഗീവർഗീസ് സഹദായുടെ ജീവിതം മോശയുടെ ജീവിതം പോലെ ഒരു വലിയ ത്യാഗോജ്വലമാണെന്നുള്ളതിന് സംശയമില്ല. 3 കാര്യങ്ങളാണ് ഗീവർഗീസ് സഹദായുടെ ജീവിതത്തിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾക്ക് ചിന്തിക്കുവാൻ പോകുന്നത്. ഒന്നാമതായിട്ട് അൺവേവറിംഗ് ഫെയ്ത്ത് ഇൻ ഗോഡ്, അചഞ്ചലമായ ദൈവവിശ്വാസം. രണ്ടാമതായിട്ട് തീക്ഷ്ണമായ സൗമ്യത, എക്സ്ട്രീം ജെന്റിൽനെസ്. മൂന്നാമതായിട്ട് പ്രതിസന്ധിയിൽ തളരാത്ത മനസ്സ്, പീസ് ഓഫ് മൈൻഡ് ഇൻ ക്രൈസിസ്. ഒന്നാമതായിട്ട് അചഞ്ചലമായ ദൈവവിശ്വാസം.
വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ വലിയ വിളി ലഭിച്ച ഒരു ന്യായാധിപനാണ് ശിംശോൻ എന്ന് പറയുന്നത്. എന്നാൽ തന്റെ ജീവിതത്തിൽ ലഭിച്ച കൃപകൾ മറന്നുകൊണ്ട് അവൻ ഭൗതികതയെ പുൽകുമ്പോൾ ദലീലായുടെ മടിത്തട്ടിലേക്ക് വരുന്നതും അവന്റെ ജീവിതം വലിയ തകർച്ചയിലേക്ക് പോകുന്നതും കാണുന്നുണ്ട്. ദൈവഭക്തനായ ഒരു മനുഷ്യൻ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുമ്പോ അവന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ വരികയാണ്. അവസാനം ദലീലയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ശിംശോൻ തന്റെ ശക്തിയും തന്റെ കൃപയും തന്റെ വിശുദ്ധിയുമൊക്കെ നഷ്ടപ്പെട്ടതറിയാതെ വലിയ ഉറക്കത്തില്ല. ശത്രുക്കൾ കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ശിംശോനെ നിന്നെ പിടിക്കുവാൻ വരുന്നു എന്ന് പറയുമ്പോൾ യഹോവ തന്നെ വിട്ടുമാറിയതറിയാതെ ശിംശോൻ തന്റെ കെട്ടുകളെ പൊട്ടിക്കാൻ നോക്കുകയാണ്. യഹോവയുടെ സാന്നിധ്യം, ദൈവ സാന്നിധ്യം നഷ്ടമാകുന്ന ശിംശോന് തന്റെ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്നില്ല. അവന്റെ കണ്ണുകൾ പൊട്ടിച്ച് അവനെ പിടിച്ച് ബന്ധിതനാക്കി അവനെ പിടിച്ചുകൊണ്ടുപോകുന്ന ദുഃഖകരമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളോട്, ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളോട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കി തീർക്കുന്നത്. പരിശുദ്ധനായ ഗീവർഗീസ് സഹദ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. വലിയ രാജകീയമായ അധികാരങ്ങളൊക്കെയുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ തന്റെ സഹോദരങ്ങളുടെ വേദന കാണുമ്പോൾ, ഡയോക്ലീഷ്യസ് ചക്രവർത്തിയുടെ ക്രൂരമായ പീഡനങ്ങൾ കാണുമ്പോൾ അത് തെറ്റാണെന്ന് വിളിച്ചു പറയുവാൻ ഗീവർഗീസ് സഹദ സന്നദ്ധനാവുകയാണ്. നമ്മുടെ ജീവിത യാത്രയിൽ തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം ഉണ്ടാകുമ്പോൾ മാത്രമേ അചഞ്ചലമായ ഒരു ദൈവവിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കണ്ടെത്തുവാൻ സാധിക്കൂ എന്നുള്ള കാര്യം ഒരിക്കൽ പോലും മറന്നു പോകരുത്. അതുകൊണ്ടാണ് പിതാക്കന്മാർ രണ്ടു തരത്തിലുള്ള ആധ്യാത്മികതയെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് സ്പിരിച്വാലിറ്റി ഓഫ് അഹറോൻ, രണ്ട് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി ഓഫ് മോസസ്. നമുക്കറിയാം അഹറോന്റെ ആധ്യാത്മികതയാണ് ഇന്ന് വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ജനത്തിന് ആവശ്യമുള്ള ബാൽ വിഗ്രഹങ്ങളെ പണിതു കൊടുക്കുക, അല്ലെങ്കിൽ കാളക്കുട്ടികളെ പണിതു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ജനങ്ങൾക്ക് ഇഷ്ടമാകുന്ന മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും വലിയ അപകടങ്ങളിലേക്കാണ് ക്ഷണിച്ചു വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കോവിഡ് എന്ന മഹാമാരി വരുമ്പോൾ ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെയും യൂറോപ്പിലെയും ജനപ്രതിനിധികളും വലിയ ഉദ്യോഗസ്ഥ വൃന്ദവും ചില കാര്യങ്ങളോട് അരുത് എന്ന് പറയുവാൻ സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റേ ഹോം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുവാൻ സാധിക്കാത്തതിന്റെ ഫലമായി ആ രാജ്യത്തിന്റെ ജനങ്ങൾ, അനേകം ആൾക്കാർ മരണം നേരിടുന്നു. ആരോഗ്യ മേഖല തകരുന്നു, സാമ്പത്തിക മേഖല തകരുന്നു, സാമൂഹിക മേഖലയിലൊക്കെ വലിയ തകർച്ച ഉണ്ടാവുകയാണ്. എന്നാൽ മോശയുടെ ജീവിതത്തിൽ തെറ്റായുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മോശ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ വേദനയുടെ, പ്രയാസങ്ങളുടെ കാലയളവിൽ ഗീവർഗീസ് സഹദ നമ്മളെ പഠിപ്പിക്കുന്നത് തിന്മയ്ക്കെതിരെ ഉള്ള ഒരു നിലപാടുകൾ എടുക്കുവാൻ ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ പരാജയപ്പെടരുതെന്നാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പെരുന്നാളുമായിട്ട് ചിന്തിക്കുന്ന രാത്രി നമസ്കാരത്തിലെ പ്രാർത്ഥനയിൽ പറയുന്നത്, ഈ പെരുന്നാൾ എന്ന് പറയുന്നത് ഞങ്ങളെ വിശുദ്ധരാക്കുന്നതാകണം, ഈ പെരുന്നാൾ ഞങ്ങൾക്ക് ഉൾവെണ്മ നൽകുന്നതായിരിക്കണം, ഈ പെരുന്നാൾ ഞങ്ങളെ നിർമ്മലരാക്കി തീർക്കുന്നത് ആയി തീർക്കണമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അചഞ്ചലമായ ഒരു ദൈവവിശ്വാസം ഉണ്ടാകണം. ആ ദൈവവിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നതായിരിക്കണം, വിശുദ്ധിയിലേക്ക് നയിക്കുന്നതായിരിക്കണം എന്നുള്ളത് മറന്നു പോകരുത്. കുറെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണത്തിന് വിളിച്ചപ്പോ ആ ഭവനത്തിലേക്ക് തലേന്ന് ചെല്ലാന്ന് പറഞ്ഞപ്പം വീട്ടുകാരൻ പറയുകയുണ്ടായി, അച്ഛാ തലേന്ന് കല്യാണത്തിന് വരേണ്ട. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്, മകന്റെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്, തലേന്നൊരു പാർട്ടി ഉണ്ട്, അവത്തിൽ മദ്യമൊക്കെ ഉണ്ട്, അച്ഛൻ വന്നാൽ ബുദ്ധിമുട്ടാകുമെന്ന് ഓർത്തു പോവുകയാണ്. കുറെ നാളുകൾക്ക് മുമ്പ് വരെ കല്യാണങ്ങളും നമ്മുടെ ഉത്സവങ്ങളും പെരുന്നാളുകളും മരണാനന്തര ചടങ്ങുകളും ഒക്കെ വലിയ ആഘോഷങ്ങളായിരുന്നു. സേവ് ദി ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആഘോഷങ്ങള്, പ്രീ വെഡിങ് ഫോട്ടോഗ്രാഫിയും പോസ്റ്റ് വെഡിങ് ഫോട്ടോഗ്രാഫിയും, വലിയ വലിയ ഡ്രോണുകളിലുള്ള ഫോട്ടോ എടുക്കുന്നു, വലിയ വലിയ ഈവന്റ് മാനേജ്മെന്റിന്റെ വലിയ ഗാനമേളയും മദ്യപ്പൊഴി ഒഴുകുന്ന വലിയ വലിയ ആഘോഷങ്ങളുടെ ഒരു കല്യാണ നാളുകളായിരുന്നു. ദൈവത്തെ മറന്നുകൊണ്ടുള്ള ആഘോഷങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ അറിയുന്നു, എന്റെ സമ്പത്തിനോ എന്റെ ജീവിതത്തിലെ വലിയ ഭവനങ്ങൾക്കോ എന്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു കാര്യങ്ങൾക്കോ നിലനിൽപ്പില്ല.
മറിച്ച് ദൈവത്തിന്റെ കൃപയ്ക്ക് മാത്രമേ ജീവിതത്തിൽ നിലനിൽപ്പുള്ളൂ എന്ന് തിരിച്ചറിയുകയാണ്. രണ്ടാമതായിട്ട് ഗീവർഗീസ് സഹദായുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് തീഷ്ണമായ സൗമ്യതയാണ്, എക്സ്ട്രീം ജെന്റിൽനെസ്. ഗിരിപ്രഭാഷണത്തിലെ 3-ാമത്തെ ഉപദേശം ഇങ്ങനെയാണല്ലോ: സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ജീവിതത്തിൽ നന്മയുണ്ടാകണമെങ്കിൽ, ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയുണ്ടാകണമെങ്കിൽ സൗമ്യത ഉണ്ടാകണം എന്നുള്ള കാര്യം മറന്നു പോകരുത്. മോശയുടെ ജീവിതത്തിലെ ഒരു പ്രത്യേകത ഇതാണ്. ഈ കനാൻ ദേശത്തിലേക്കുള്ള യാത്രയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ജനം മുഴുവൻ തനിക്കെതിരാകുമ്പോഴും അവൻ വളരെ സൗമ്യമായി ദൈവസന്നിധിയിൽ ചെലവിടുകയാ. അവൻ കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ ചെലവിടുന്നു, സൗമ്യമായി ജനത്തെ മുമ്പോട്ട് നയിക്കുകയാണ്. കുറെ നാളുകൾക്ക് മുമ്പ് വായിച്ച ഒരു കഥ ഇങ്ങനെയാണ്: ഒരു കപ്പല് കടലിൽ കൂടെ സഞ്ചരിക്കുകയാണ്, വലിയ പ്രതിസന്ധികളുടെ കാറ്റടിക്കുകയാണ്. കാറ്റടിച്ച് ഈ കടലിൽ കപ്പല് മറിയുന്ന നിമിഷമാകുമ്പോഴത്തേന് ആൾക്കാരെല്ലാം നിലവിളിയാ. പക്ഷെ ഒരു ചെറിയ ബാലൻ മാത്രം കരയുന്നില്ല. അവൻ ധൈര്യത്തോടുകൂടി ഇങ്ങനെ മുമ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാ. കണ്ടുകൊണ്ടിരുന്ന മുതിർന്നവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ പ്രാർത്ഥിക്കാത്തത്, എന്തുകൊണ്ടാണ് നീ ബഹളം വെക്കാത്തതെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: സീക്ക് മൈ ഫാദർ, ഹി ഈസ് ക്യാപ്റ്റൻ. എന്റെ പിതാവാണ് ഈ കപ്പലിന്റെ തലവൻ എന്ന് പറയുന്നത്. അദ്ദേഹം എത്ര അചഞ്ചലനായിട്ടാണ് ഇരിക്കുന്നത്, അദ്ദേഹം എത്ര ശാന്തനായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് എന്റെ അപ്പനെ വിശ്വാസമുണ്ട് എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗീവർഗീസ് സഹദായുടെ ജീവിതത്തിൽ അചഞ്ചലമായ ദൈവവിശ്വാസം ഉണ്ടായതുകൊണ്ട് പ്രയാസങ്ങളും തനിക്ക് നേരിടുന്ന വേദനകളും തനിക്ക് ഏൽക്കുന്ന പീഡനങ്ങളും ഒന്നും അവനെ തകർക്കുന്നില്ല, തളർത്തുന്നില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. വീണ്ടും തിന്മയുടെ രൂപമായ സർപ്പം ഗീവർഗീസ് സഹദായുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ വളരെ സൗമ്യമായി തന്നെ അതിനെ നേരിടുകയാണ്. നമ്മുടെ കുടുംബ ജീവിതങ്ങളിലൊക്കെ ഇന്ന് പലപ്പോഴും പ്രയാസങ്ങളുടെയൊക്കെ കാര്യം സൗമ്യമായി ജീവിതത്തെ ഒന്ന് നോക്കിക്കാണുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, കുഞ്ഞുങ്ങളുമായുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളുമായുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ വളരെ തിടുക്കം കൂട്ടുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സൗമ്യതയോ ശാന്തതയോ ഇല്ലാതെ പോകുന്നത് വലിയ അപകടങ്ങളിലേക്ക് തിരിക്കുകയാണ്. ഒരു കഥ ഇങ്ങനെയാണ്: ഒരു രാജാവും മന്ത്രിയുമായിട്ട് നാട് കാണുവാൻ വേണ്ടി പോവുകയാ. ഇങ്ങനെ കുറെ യാത്ര ചെയ്തു കഴിയുമ്പോൾ രാജാവ് ഒരു ഗുരുവിനെ കാണുകയാ. തന്റെ തേരിൽ നിന്നിറങ്ങി ഗുരുവിനെ വണങ്ങുകയാണ് രാജാവ്. വീണ്ടും യാത്ര തുടരുന്നു. മന്ത്രി പുച്ഛത്തോടുകൂടി രാജാവിനെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ രാജാവ് ചോദിക്കുന്നു, എന്താണ് നീ ഇങ്ങനെ ചിരിക്കുന്നത്? ഉടനെ മന്ത്രി പറയുന്ന മറുപടി ഇതാണ്: അങ്ങ് ഈ രാജ്യത്തിന്റെ മുഴുവൻ അധിപതിയാണ്. ആ ചെറിയ കുശഗാത്രനായ ആ വ്യക്തിയെ എന്തിനാണ് നിങ്ങൾ വണങ്ങിയത്? രാജാവ് അതിന് ഉത്തരവൊന്നും പറയുന്നില്ല. തിരികെ തന്റെ കൊട്ടാരത്തിലെത്തി മന്ത്രിയെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു, എനിക്ക് 3 കാര്യങ്ങൾ വേണം. വളരെ സന്തോഷത്തോടുകൂടി മന്ത്രി പറയുന്നു, എന്ത് കാര്യം വേണമെങ്കിലും ആവശ്യപ്പെടാം. ഉടനെ മന്ത്രിയോട് രാജാവ് പറയുന്നു, എനിക്ക് 3 ജീവികളുടെ തല വേണം. ഒന്നൊരു പുലിയുടെ തല വേണം, രണ്ടാമതായി ഒരു ആടിന്റെ തല വേണം, മൂന്നാമതായി എനിക്കൊരു മനുഷ്യന്റെ തല വേണം. വളരെ പെട്ടെന്ന് തന്നെ മന്ത്രി പോയി ഈ 3 തലകളായിട്ട് വരിക. രാജാവ് പറയുന്നു, ഈ 3 തലകളും വിറ്റ് അതിന്റെ പ്രതിഫലം എനിക്ക് കൊണ്ടുതരണം. ഈ രാജാവിന്റെ ആജ്ഞ മന്ത്രി സ്വീകരിച്ചുകൊണ്ട് മന്ത്രി പുലിയുടെ തല കൊണ്ട് ഒരു തല സ്റ്റഫായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു. വലിയ പ്രതിഫലം കിട്ടുന്നു. ആടിനെ സൂപ്പാക്കുന്നവർക്ക് ആടിന്റെ തല കൊടുത്ത് പ്രതിഫലം നേടുന്നു. വീണ്ടും ശ്മശാനത്തിൽ നിന്ന് നേടിയ ആ മനുഷ്യന്റെ തലയുമായി ഈ മന്ത്രി രാജ്യം മുഴുവൻ ചുറ്റി നടക്കുകയാ. ഒരു മനുഷ്യന് പോലും മനുഷ്യന്റെ തല ആവശ്യമില്ല. വളരെ നിരാശയോടുകൂടി തിരികെ വരുമ്പോൾ മന്ത്രിയോട് രാജാവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: മകനെ, മരണത്തിന് ശേഷം സൗജന്യമായി തരാമെന്ന് പറഞ്ഞാൽ പോലും ആർക്കും വേണ്ടാത്ത ഈ തല നമ്മളെക്കാൾ ശ്രേഷ്ഠരായ, നമ്മളെക്കാളും വെളിച്ചമുള്ള ഒരു മനുഷ്യന്റെ മുമ്പിൽ താഴ്ത്തുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. ഇവിടെ ഗീവർഗീസ് സഹദായുടെ ജീവിതത്തിലും തന്റെ പ്രയാസങ്ങളിലും തന്റെ ജീവിതത്തിലെ വെല്ലുവിളികളിലും സൗമ്യത നിലനിർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലും തമ്പുരാൻ പഠിപ്പിക്കുന്ന ആ സൗമ്യതയുടെ ഒരു ഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ സൗമ്യത നഷ്ടപ്പെടുമ്പോൾ ഇസബേലിനും ആഹാബ് രാജാവിനും തങ്ങളുടെ കുടുംബജീവിതം നഷ്ടപ്പെടുകയാണ്. ഇവിടെ ഗീവർഗീസ് സഹദായുടെ ജീവിതം പഠിപ്പിക്കുന്നത് സൗമ്യതയുടെ ഒരു വലിയ ഭാവം കൂടിയാണ്. മൂന്നാമതായിട്ട്, പ്രതിസന്ധികളിൽ തളരാത്ത ഒരു മനസ്സാണ് ഗീവർഗീസ് സഹദായുടെ ജീവിതത്തിൽ കാണുന്നത്. പീസ് ഓഫ് മൈൻഡ് ഇൻ ക്രൈസിസ്. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ
തളർന്നു പോകുന്നുവെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ആരും കൂട്ടായിട്ട് കാണത്തില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ഗിവറി ശഹദ ഒരു കുതിരയുടെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ലിബിയ എന്ന പ്രദേശത്ത് ഒരു വലിയ ആൾക്കൂട്ടത്തെ കാണുകയാണ്. ആൾക്കൂട്ടം മുഴുവൻ ഒരു പാറയുടെയും പുല്ലിന്റെയും മറവിൽ നിന്നുകൊണ്ട് എന്തോ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അവിടെ ഒരു പാമ്പ് രൂപം വരുന്നുണ്ട്. അവിടെ കന്യകയായ ഒരു പെൺകുട്ടിയും കാണുന്നുണ്ട്. കുറെ നാളുകളായിട്ട് ആ ദേശത്ത് കന്യകമാരുടെ മാനവും ജീവനും കവർന്നെടുക്കുന്ന ഒരു പാമ്പിന് അവിടുത്തെ പെൺകുഞ്ഞുങ്ങളെ ദാനം കൊടുക്കുക എന്നുള്ളത് ഒരു നാട്ടുനടപ്പായി മാറിയിരുന്നു. തിന്മ നാട്ടുനടപ്പായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരുപക്ഷെ കുറെ വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ സതി സമ്പ്രദായം, ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടിച്ചാകണം, അതുപോലെ തന്നെ ശൈശവ വിവാഹം, വിദ്യാഭ്യാസം കൊടുക്കുവാൻ സാധാരണപ്പെട്ടവർക്കും താഴ്ന്ന ജാതികൾക്കും പറ്റത്തില്ല, സ്ത്രീധനം എന്നുള്ള ഒരു വലിയ അപവിഷത്ത്, ഊരുവിലക്കുകൾ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിയമം കൊണ്ട് അതിനെയൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ചില നാട്ടു നിയമങ്ങൾ തിന്മയായിട്ട് ഇന്നും തുടരുന്നുണ്ട്. ഇവിടെ ഗീവറി ശഹദ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിനെ എതിർത്തുകൂടെ? അപ്പോൾ ആ ജനക്കൂട്ടം ഗീവർഗീസിന് എതിരായി തീരുകയാണ്. എന്നാൽ ഗീവർഗീസ് തന്റെ തളരാത്ത പോരാളിയായ ഗീവർഗീസ് തന്റെ മുഴുവൻ ശക്തിയും എടുത്തുകൊണ്ട് ആ തിന്മയുടെ ശക്തിയായ സർപ്പത്തെ വീഴ്ത്തിക്കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ കാലഘട്ടത്തിലും നമ്മൾ പഠിക്കേണ്ടുന്നത് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തിന്മയ്ക്കെതിരെ പോരാടുമ്പോൾ മാത്രമേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അനുഗ്രഹമായി തീരത്തുള്ളൂ. പോരാട്ടത്തിന്റെ ജീവിതത്തിൽ കൂടെ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകൂ, നമുക്ക് സമാധാനം ഉണ്ടാകൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ ഈ ഗിവറി ശഹദയുടെ മുമ്പിൽ കാണുന്ന സർപ്പം വിഴുങ്ങുവാനിരിക്കുന്ന പെൺകുഞ്ഞിന്റെ പേരെന്ന് പറയുന്നത് സോഫിയ എന്നാണ്. സോഫിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പരിജ്ഞാനം എന്നാണ്. പരിജ്ഞാനത്തിന്റെ വെളിച്ചമെന്നും സ്നേഹമെന്നും ഒക്കെ കൂടി അർത്ഥമുണ്ടല്ലോ. എവിടെയാണോ വെളിച്ചത്തെ നശിപ്പിക്കുവാൻ വേണ്ടി തിന്മയുടെ ശക്തിയായിട്ടുള്ള ആ സാത്താൻ വരുന്നത്, അതിനെതിരെയുള്ള ഒരു പോരാട്ടം ഉണ്ടാകണം. ഗീവറീസ് മാർ യോഹന്നാനോസ് തിരുമനസ് എപ്പോഴും തന്റെ പ്രാർത്ഥനയിലും പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, ഗീവർഗീസ് ശഹദ കുന്തമെടുക്കുന്നത് പാമ്പിനെതിരെയല്ല, മറിച്ച് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുള്ള തിന്മയുടെ ശക്തിക്കെതിരെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടുന്നത് പ്രതിസന്ധികളിൽ തളർന്നു പോകാത്തൊരു മനസ്സുണ്ടാകണം. ഇവിടെ മോശയുടെ ജീവിതത്തിൽ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മുഴുവൻ എതിരാകുമ്പോഴും അവൻ കണ്ണുനീരോടുകൂടി നിരാശനാകാതെ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. അവിടെ ദൈവം പറയുകയാണ്, നീ എന്നോട് നിലവിളിക്കുന്ന എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. പിന്നെ കാണുന്നത് ചരിത്രമാണ്. ഇസ്രായേൽ മക്കൾ ആ ചെങ്കടലിന്റെ നടുവിൽ കൂടി നടന്നു പോവുകയാ. ഗീവറി ശഹദയും തിന്മയുടെ പാമ്പിനെ തീറ്റിപ്പോറ്റുവാനല്ല നോക്കുന്നത്, അതിനെ നശിപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു രാഷ്ട്രത്തെ, ഒരു സമൂഹത്തെ തന്നെ രക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളിൽ കൂടെ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹമാകത്തുള്ളൂ. അബ്രഹാമിന്റെ ജീവിതത്തിൽ മക്കളില്ല എന്നുള്ള പ്രതിസന്ധിയാ. ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ ചെറുപ്പത്തിലെ തന്നെ മരണം മുമ്പിൽ വരികയാ. യാക്കോബിന്റെ ജീവിതത്തിൽ ഒത്തിരി അലച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. യോസേഫിന്റെ ജീവിതത്തിൽ കാരാഗ്രഹവും അടിമത്വവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇയ്യോബിന്റെ ജീവിതത്തിൽ കഠിനമായ രോഗമാണ്. ദാനിയേലിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സിംഹക്കുഴിയിലാണ് ചെന്നെത്തുന്നത്. മേശക് അബേദ്നഹോം ആ കുഞ്ഞുങ്ങളുടെ ജീവിതം തീയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. വീണ്ടും പത്രോസിന്റെ ജീവിതത്തിൽ കുരിശുമരണം ഉണ്ടാവുകയാണ്. സ്ലീഹന്മാരുടെ ജീവിതത്തിൽ എല്ലാം സഹതാമരണം ഉണ്ടാവുകയാണ്. എന്നാൽ ഈ പ്രതിസന്ധികളിലൊന്നും അവർ തളർന്നു പോകുന്നില്ല. അതുകൊണ്ടാണ് വെളിപാടുകളുടെ പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ അന്ത്യകാലത്തെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്, ദൈവ കൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയാണ് ഇവിടെ ആവശ്യമെന്നാണ് പറയുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ, നമ്മൾ തെറ്റായ മാർഗം തെരഞ്ഞെടുക്കാതെ വിശുദ്ധമായ വിശ്വാസവും അതോടൊപ്പം തന്നെ സഹിഷ്ണുതയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് മറന്നു പോകരുത്. ഗിവറി ശഹദയുടെ ജീവിതം എന്നോടും നിങ്ങളോടും പറയുന്നത്, എന്നെ പോലെ നിങ്ങളും വിശുദ്ധമായ മാർഗം തെരഞ്ഞെടുക്കണമെന്നാണ്. പ്രയാസങ്ങൾ, പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടത്തിലാണ്. ലോകം മുഴുവൻ നിരാശയുടെ കരിമ്പടം പുതപ്പിച്ച ഒരു വലിയ രോഗത്തോട് ലോകം മുഴുവൻ പോരാടുകയാണ്. ഈ പോരാട്ടം എന്ന് പറയുന്നത് മനുഷ്യരോടല്ല, മറിച്ച്
രോഗത്തോടാണ്. അതിന് ചില നിയന്ത്രണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ആ ഗീവർഗീസ് സഹദായുടെ ജീവിതത്തിലെ ആ വിശുദ്ധമായ അനുഭവങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഗീവർഗീസ് സഹദായുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചത്. ഒന്ന്, അചഞ്ചലമായ ദൈവവിശ്വാസം, അൺവേവറിംഗ് ഫെയ്ത്ത് ഇൻ ഗോഡ്. നമ്മുടെ ജീവിതത്തിലും ഏത് പ്രതിസന്ധികളിലും തളർന്നു പോകാതെ, ഏത് പ്രയാസങ്ങൾ വന്നാലും തളർന്നു പോകാതെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു മനസ്സുണ്ടാകട്ടെ. രണ്ടാമതായിട്ട്, തീഷ്ണമായ സൗമ്യത, എക്സ്ട്രീം ജെന്റിൽനെസ്. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തളർന്നു പോകാതെ, ചെങ്കടല് എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. എന്നാൽ ചെങ്കടൽ തീരത്ത് തളർന്നു പോയാൽ നിനക്ക് നീ മാത്രമേ കാണത്തുള്ളൂ. തളരാതെ മുമ്പോട്ട് പോകുവാനാണ് ദൈവം പറയുന്നത്. അതിന് നമുക്ക് തീഷ്ണമായ സൗമ്യത ആവശ്യമാണ്. മൂന്നാമതായിട്ട്, ജീവിതത്തിൽ വരുന്ന വേദനകളിൽ അത് ദൈവം അറിയാതെ നടക്കത്തില്ല, സംഭവിക്കത്തില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി തളരാത്ത ഒരു മനസ്സാണ് ഉണ്ടാകേണ്ടത്. പീസ് ഓഫ് മൈൻഡ് ഇൻ ക്രൈസിസ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ ആ പോരാട്ട വീര്യം, തിന്മയ്ക്കെതിരെയുള്ള പോരാട്ട വീര്യം നമുക്കും ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായെ, നിന്റെ മധ്യസ്ഥതയാൽ ലോകത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ നിമിഷം നിന്റെ മധ്യസ്ഥതയാൽ ലോകം മുഴുവൻ സൗഖ്യം നൽകണമേ. നിന്റെ വിശുദ്ധമായ ജീവിതം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. നിന്നെ പോലെ തിന്മയോട് പോരാടുവാനും വിശുദ്ധമായ ജീവിതം നയിക്കുവാനും ഞങ്ങളെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.